അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന ഒരു മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഓരോ ദിനവും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കരുണക്കടലായ പടച്ചുറബ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൻ സഅദ് റളിയല്ലാഹു തആല അൻഹു ഖാല കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അയഅജിസു അഹദുക്കും അയ്യഹസിബ കുല്ല യൗമിൻ അൽഫ ഹസന ഫസഅലഹു സായിലുൻ മിൻ ജുലസാഇഹി കൈഫ യക്സിബു അഹദുനാ അൽഫ ഹസനത്തിൻ ഖാല യുസബ്ബിഹു മിഅത തസ്ബീഹത്തിൻ ഫയുക്തബു ലഹു അൽഫ ഹസനത്തിൻ വതുഖ്തഉ അൻഹു അൽഫ ഖതീഅത്തിൻ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ദിവസവും 1000 നന്മകൾ കരസ്ഥമാക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ? പ്രവാചകനും സ്വഹാബത്തും ഒരുമിച്ചിരിക്കുമ്പോൾ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ദിവസം 1000 നന്മകൾ കരസ്ഥമാക്കാൻ കഴിയുമോ? പ്രവാചകന്റെ ചോദ്യം കേട്ട ഉടനെ സദസ്സിലിരുന്ന ഒരാൾ ചോദിച്ചു, ഞങ്ങളിൽ ഒരാൾക്ക് എങ്ങനെ 1000 നന്മകൾ കരസ്ഥമാക്കാൻ കഴിയും നബിയെ? ഞങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞു തന്നാലും. എന്താണ് അതിനുള്ള വഴിയെന്ന് സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമുക്കും ഒരു ദിവസം 1000 നന്മകൾ കിട്ടുകയും 1000 തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വഴിയെക്കുറിച്ചാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നത്തെ ഈ ഹദീസിലൂടെ നാം പഠിക്കുന്നത്, ഒരു ദിവസം 1000 നന്മകൾ നമുക്ക് ലഭിക്കും, 1000 തിന്മകൾ നമുക്ക് മായ്ച്ചു കളയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു നല്ല കാര്യമാണ് ഇന്നത്തെ ഈ ഹദീസിലൂടെ നാം പഠിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സുബ്ഹാനല്ലാഹ് 100 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവന് 1000 നന്മകൾ എഴുതപ്പെടുന്നതും 1000 തിന്മകൾ മായ്ക്കപ്പെടുന്നതുമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹുൽ മുസ്ലിം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്. ഇത് പറയാനറിയാത്ത ഒരു മുസ്ലിമുമില്ല. ഏത് മോശക്കാരനാണെങ്കിലും, എത്ര മോശമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും സുബ്ഹാനല്ലാഹ് എന്ന് പറയാനറിയാത്തവർ വളരെ കുറവാണ്. ഒരാൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് 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 എന്ന് പറഞ്ഞാൽ 1000 നന്മയാ മനുഷ്യന് മലക്കുകൾ എഴുതപ്പെടുന്നു, 1000 തിന്മകൾ മായ്ക്കപ്പെടുന്നു. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇത്രയും വലിയ പ്രതിഫലമാണ് ആ സുബ്ഹാനല്ലാഹ് പറയുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്കത് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ഒരു ദിവസം 1000 പാപം പുറത്തു 1000 നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അതിന് സമയം കണ്ടെത്തേണ്ടതാണ്. അൻ-നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മാ തദ്കുറൂന മിൻ ജലാലില്ലാഹി അത്ത്-തസ്ബീഹ വത്ത്-തഹ്ലീല വത്ത്-തഹ്മീദ യൻഅതിഫ്ന ഹൗലൽ അർശി ലഹുന്ന ദവിയ്യുൻ കദവിയ്യുൻ നഹ്ലി തുദക്കിറു ബിസ്വാഹിബിഹാ അമ്മാ യുഹിബ്ബു അഹദുക്കും അയ്യകൂന ലഹു ഔ ലാ യസാലു ലഹു മൻ യുദക്കിറു ബിഹി. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ഈ 3 വാചകങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വം വിവരിക്കാൻ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ്. ഈ വാചകങ്ങൾ അർശിനു ചുറ്റും 4 ഭാഗത്തും ചുറ്റുന്നതാണ്. അവയുടെ ശബ്ദം തേനീച്ചയുടെ മൂളൽ പോലെയായിരിക്കും. അവ അത് ചൊല്ലുന്നവനെ കുറിച്ച് അള്ളാഹുവിങ്കൽ പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സദാ നിങ്ങൾ അനുസ്മരിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പറഞ്ഞ വാചകങ്ങൾ ഇത് അള്ളാഹുവിന്റെ മഹത്വത്തെ വിവരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്തും ഈ 4 ഭാഗത്തും ഈ പറയപ്പെട്ട ഈ ദിക്റുകൾ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ശബ്ദം തേനീച്ചയുടെ മൂളൽ പോലെയായിരിക്കും. ആരാണോ ഈ ദിക്റുകൾ പറയുന്നത്, ആ ദിക്റുകൾ പറയുന്നവരെ കുറിച്ച് അള്ളാഹുവിന്റെ സന്നിധിയിൽ സദാ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുസ്മരിക്കുകയാണ്, അവിടുന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിങ്ങൾ അനുസ്മരിക്കപ്പെടണമെങ്കിൽ, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിക്റുകൾ നിങ്ങൾ അധികമായിട്ട് പറയണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്ർ പറയുന്ന മനുഷ്യനെ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് അനുസ്മരിക്കപ്പെടുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് മലക്കുകൾ പോലും നമ്മളെക്കുറിച്ച് പടച്ചവനോട് പറയുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ ദിക്റുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ സ്മരണകൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൂടെ നമുക്ക് ആ വലിയ സ്ഥാനം നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദിക്റുകൾ അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് എല്ലാ ദിവസവും 100 പ്രാവശ്യം പറയാൻ ഒരു കാരണവശാലും മുടങ്ങിപ്പോകരുത്. 100 പ്രാവശ്യം പറയണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നമ്മളെ കുറിച്ച് പറയണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറഞ്ഞ 3 ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ 3 ദിക്റുകൾ നമ്മുടെ നാവിൽ നിന്ന് അധികമായിട്ട് നമുക്ക് പറയാൻ കഴിയണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഓരോ ദിനവും നാം ഓരോ അറിവുകൾ പഠിക്കുന്നു. എത്രയോ അറിവുകൾ, ഏകദേശം 100 ദിവസത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു നാം പഠിക്കുന്ന ഈ അറിവുകൾ. എത്രയോ ഹദീസുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചു. ഈ പഠിക്കുന്നത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാതെ എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യൽ. പഠിക്കുന്ന ഇൽമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത കൂടെ നമുക്കുണ്ട്. അത് ഉസ്താദന്മാരുടെ മാത്രം പണിയല്ല, പഠിക്കുന്ന ഓരോ മനുഷ്യന്റെയും കടമയാണ്, ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൽമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. വളരെ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്. കരുണക്കടലായ പടച്ച റബ്ബ് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഒരു സഹോദരൻ വളരെ പ്രയാസത്തിൽ, മഞ്ഞപ്പിത്തം തൻ്റെ കരളിലേക്ക് ബാധിച്ചു, അത് മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നൊരവസ്ഥയിലാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ആരെയെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്നു അവരുടെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, ലോകത്തുള്ള സർവ്വ ഷഹീദുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ആ സഹോദരന് ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതുപോലെയുള്ള രോഗങ്ങളെ തൊട്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ആ സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ വആഖിറു ദുആനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.